Hello everyone, welcome to Jupiter SLC channel. It's me and Nafi. Yes, അപ്പോൾ നിങ്ങൾ നാലാമത്തെ ചാപ്റ്റർ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ നിന്ന് 95% ഉറപ്പായും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ഗ്രിഡ് റെഫറൻസ് അഥവാ മലയാളത്തിൽ ഗ്രിഡ് റെഫറൻസ് എന്ന് പറയാം. അപ്പോൾ ഗ്രിഡ് റെഫറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, താഴെ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, ജോഗ്രഫിയിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു, രണ്ട്, ഹിസ്റ്ററിയിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇനി പഠിക്കാൻ ബാക്കിയുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഈ ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ ഗ്രിഡ് റെഫറൻസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ലൈൻസ് നമുക്ക് ആവശ്യമുണ്ടല്ലേ. ഒന്ന് എന്താണ്, ഈസ്റ്റിങ്സ് ആണ്, ഒന്ന് നോർത്തിങ്സ് ആണ് അല്ലേ. ഇങ്ങനെ കുത്തനെയുള്ള ലൈൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഈസ്റ്റിങ്സ്. കേട്ടോ, ശ്രദ്ധിക്കണേ, ഇങ്ങനെ കുത്തനെയുള്ള രേഖകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഈസ്റ്റിങ്സ് വിളിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിൻ്റെയും ഈസ്റ്റിംഗ് വാല്യൂ നമ്മൾ കണക്കാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് തൊട്ട് ലെഫ്റ്റിൽ, അപ്പോൾ ശ്രദ്ധിക്കണേ, ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിൻ്റെയും ഈസ്റ്റിംഗ് വാല്യൂ എങ്ങനെയാടാ, അതിൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ളതായിരിക്കും അതിന് എന്ത് വാല്യൂ, അതിൻ്റെ ഈസ്റ്റിംഗ് വാല്യൂ. അപ്പോൾ ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഈസ്റ്റിംഗ് വാല്യൂ എത്രയായിരിക്കും, അതിന് ലെഫ്റ്റിലുള്ളതിൽ എത്ര, അതിൻ്റെ ലെഫ്റ്റിലുള്ളത് 15. ഇനി പോസ്റ്റ് ഓഫീസിൻ്റെ ഈസ്റ്റിംഗ് വാല്യൂ എത്രയാണ്, അതിന് തൊട്ട് ലെഫ്റ്റിലുള്ളത് ഏതാ, 16. ഇനി ഈ ഒരു പോലീസ് സ്റ്റേഷൻ ഈസ്റ്റിംഗ് വാല്യൂ എത്രയാണ്, തൊട്ട് ലെഫ്റ്റിലുള്ളത് ഏതാ, 17. ഇനി ഒരു സ്പ്രിംഗ് അഥവാ നീരുറവയുടെ ഈസ്റ്റിംഗ് വാല്യൂ എത്രയാണ്, തൊട്ട് ലെഫ്റ്റിലുള്ളത് എത്രയാ, 18. ഇതേപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിൻ്റെയും ഇടതുവശത്തുള്ളതായിരിക്കും അതിൻ്റെ എന്ത് വാല്യൂ, ഈസ്റ്റിംഗ് വാല്യൂ അഥവാ ഈസ്റ്റിംഗ് മൂല്യം. പഠിച്ചു വെക്കണേ, ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിൻ്റെയും ഇടതുവശത്തുള്ളതായിരിക്കും അതിൻ്റെ ഈസ്റ്റിംഗ് വാല്യൂ. ഇനി അടുത്ത് നമ്മൾ നോർത്തിങ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ലൈൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, നോർത്തിങ്. ഇപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു ഫോർട്ട് ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ്, ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ, ഇവിടെ ഒരു സ്പ്രിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിൻ്റെയും താഴെ ഉള്ളതായിരിക്കും അതിൻ്റെ എന്ത് വാല്യൂ, നോർത്തിങ് വാല്യൂ. ശ്രദ്ധിക്കണേ, ഇതിൻ്റെ ഈ പോസ്റ്റ് ഓഫീസിന് താഴെ എത്ര, 78, അതാണ് ഇതിൻ്റെ നോർത്തിങ് വാല്യൂ. ഈ ഫോർട്ടിന് താഴെ എത്ര, 77, ഇതാണ് ഇതിൻ്റെ നോർത്തിങ് വാല്യൂ. ഈ പോലീസ് സ്റ്റേഷൻ താഴെ എത്ര, 76, ഇതാണ് ഇതിൻ്റെ നോർത്തിങ് വാല്യൂ. ഈ ഒരു സ്പ്രിംഗ് അഥവാ നീരുറവയുടെ താഴെ എത്ര, 75, ഇതാണ് ഇതിൻ്റെ നോർത്തിങ് വാല്യൂ. ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിൻ്റെയും തൊട്ട് താഴെ ഉള്ളതായിരിക്കും അതിന് എന്ത് വാല്യൂ, നോർത്തിങ് വാല്യൂ. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കോട്ടെ. ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിൻ്റെയും തൊട്ട് താഴെ ഉള്ളതായിരിക്കും അതിൻ്റെ എന്ത് വാല്യൂ, നോർത്തിങ് വാല്യൂ. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസിന് താഴെ എത്രയാ, 78, അതാണ് അതിൻ്റെ നോർത്തിങ് വാല്യൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇത് നിങ്ങൾ മനസ്സിൽ ആദ്യം വേണം കേട്ടോ മക്കളെ. ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, nafi.ejupod. നിങ്ങൾക്ക് എക്സാം സമയത്ത് എന്തെങ്കിലും ടെൻഷൻ ഉണ്ട്, എന്തെങ്കിലും മോട്ടിവേഷൻ വേണം, സ്റ്റഡി ടിപ്പ് വേണം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക, അതിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കട്ടെ, ഓർത്ത് വെക്കുക, nafi.ejupod. ഇത് നമ്മൾ 4 ഫിഗർ ഗ്രിഡ് റെഫറൻസിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ 4 ഫിഗർ ചെയ്യുമ്പോഴും 6 ഫിഗർ ചെയ്യുമ്പോഴും നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ പറയുക, കോഡ് ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും, FE പിന്നോ. ശ്രദ്ധിക്കണം, എന്താണ് കോഡ്, FE പിന്നോണ്. എന്ത് FE പിന്നോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഈസ്റ്റിങ്സ് ആണ്, പിന്നെ നോർത്തിങ്സ് ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. ഫസ്റ്റ് ഈസ്റ്റിങ്സ് ആണ്, പിന്നെ എന്താണ്, നോർത്തിങ്സ് ആണ്. ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ 4 ഫിഗർ ചെയ്യുമ്പോഴും 6 ഫിഗർ ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് എന്തിൻ്റെ വാല്യൂ ആണ്, ഈസ്റ്റിങ്ങിൻ്റെ വാല്യൂ ആണ്. പിന്നെ നമ്മൾ എടുക്കേണ്ടത് എന്തിൻ്റെ വാല്യൂ ആണ്, നോർത്തിങ്ങിൻ്റെ വാല്യൂ ആണ്. മാറിപ്പോകരുത്. ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്, ഫസ്റ്റ് ഈസ്റ്റിങ്സ്, പിൻ നോർത്തിങ്സ്. അപ്പോൾ ഫസ്റ്റ് എടുക്കേണ്ടത് എന്തിൻ്റെ വാല്യൂ ആണ്, ഈസ്റ്റിങ്ങിൻ്റെ വാല്യൂ ആണ്. പിന്നെ എടുക്കേണ്ടത് എന്തിൻ്റെ വാല്യൂ ആണ്, നോർത്തിങ്ങിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോർട്ട് നമ്മൾ A, ഈ പോസ്റ്റ് ഓഫീസ് B, ഈ പോലീസ് സ്റ്റേഷൻ C, ഈ പോണ്ട് D. അപ്പോൾ ഇതിന് 4ൻ്റെയും 4 ഫിഗർ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വെക്കേണ്ട കാര്യം, അപ്പോൾ നമ്മൾ 4 ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ അപ്പോൾ ഓൾറെഡി ഇതിനൊക്കെ 4 ഫിഗർ അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഏതൊരു ജിയോഗ്രഫിക്കൽ ഫീച്ചറിൻ്റെയും 4 ഫിഗർ അഥവാ 4 അക്കം ചെയ്യാൻ പോവുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് എന്തിൻ്റെ വാല്യൂ, ഫസ്റ്റ് ഈസ്റ്റിംഗ് ആണ്, പിന്നെ നോർത്തിങ് ആണ്. അപ്പോൾ ഈ ഒരു 4 ഫിഗറിൽ ഫസ്റ്റ് വരുന്ന ഈസ്റ്റിംഗ് എത്രയാ, 51 അല്ലേ, ലെഫ്റ്റിലാണ് വരുന്നത് ഇത് 51 എഴുതി. പിന്നെ ഇതിന് നോർത്തിങ് വാല്യൂ എത്രയാണ്, നേരെ താഴെയുള്ളത് എത്രയാടാ, 19. 51, 19 ആണ് എന്ത്, ഇതിൻ്റെ 4 ഫിഗർ അഥവാ 4 അക്ക ഗ്രിഡ് റെഫറൻസ് കേട്ടോ. അപ്പോൾ ഈ 4 ഫിഗർ അഥവാ 4 അക്ക ഗ്രിഡ് റെഫറൻസ് എത്രയാ, 51, 19. ലെഫ്റ്റിലുള്ള ഈസ്റ്റിങ്ങിൻ്റെ വാല്യൂ ആദ്യം എഴുതി, താഴെയുള്ള നോർത്തിങ്ങിൻ്റെ വാല്യൂ അടുത്ത് എഴുതി. ഇനി പോസ്റ്റ് ഓഫീസിൻ്റെ 4 ഫിഗർ അഥവാ 4 അക്ക ഗ്രിഡ് റെഫറൻസ് എങ്ങനെയാണ് വരിക, എത്രയാണ് വരിക, 52, 18 എത്ര വരിക, 52, 19 അല്ലേ. ലെഫ്റ്റിലുള്ളത് ഈസ്റ്റിംഗ് വാല്യൂ 52 ആണ്, താഴെയുള്ള നോർത്തിങ് വാല്യൂ എത്രയാണ്, 19 ആണ്. അടുത്തത് ഈ പോലീസ് സ്റ്റേഷൻ്റെ 4 ഫിഗർ എങ്ങനെ വരിക, ലെഫ്റ്റിലുള്ളത് നമ്മൾ ഈസ്റ്റിംഗ് വാല്യൂ എഴുതുന്നു, താഴെയുള്ളത് നമ്മൾ എന്ത് ചെയ്തുന്നു, നോർത്തിങ് വാല്യൂ എഴുതുന്നു അല്ലേ. അപ്പോൾ ലെഫ്റ്റിൽ എത്രയാണുള്ളത്, 51 ആണ്, താഴെയുള്ളത് എത്രയാ, 18 ആണ്. അപ്പോൾ 51, 18 ആണ് എന്ത്, ഇതിൻ്റെ 4 ഫിഗർ അഥവാ 4 അക്ക ഗ്രിഡ് റെഫറൻസ്. ഇനി അടുത്തത് പോണ്ടാണ്. ഈ കുളത്തിന് നമ്മൾ എങ്ങനെ നോക്കുക, യെസ്, ലെഫ്റ്റിലുള്ളത് ഏതാടാ, 52 ആണ്,
താഴെയുള്ളത് ഏതാ 18 ആണ്. 50 to 18 ആണ് എന്ത് ഇതിൻ്റെ 4 ഫിഗർ അഥവാ 4 അക്ക ഗ്രിഡ് റെഫറൻസ്. അപ്പോൾ ഇതേപോലെ എക്സാമിന് 4 ഫിഗർ അഥവാ 4 അക്ക ഗ്രിഡ് റെഫറൻസ് കാണാൻ ചോദിക്കും. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈസ്റ്റിംഗ് വാല്യൂ എഴുതണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നോർത്തിങ് വാല്യൂ എഴുതണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈസ്റ്റിംഗ് വാല്യൂ എഴുതണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നോർത്തിങ് വാല്യൂ എഴുതണം. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. യെസ്. ഇനി നമ്മൾ അപ്പോൾ ഇതിൻ്റെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എക്സാമിൽ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചോ, ഈ ഒരു ഗ്രേവിൻ്റെ 4 ഫിഗർ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാം. ഈ ഒരു ടെമ്പിളിൻ്റെ 4 ഫിഗർ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതാം. ഈ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ 4 ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതട്ടോ. അപ്പോൾ ഇതിൻ്റെ 4 ഫിഗർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് നിങ്ങൾ ഈസ്റ്റിങ്ങിൻ്റെ വാല്യൂ എഴുതണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നോർത്തിങ്ങിൻ്റെ വാല്യൂ എഴുതണം. അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോ, അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, 6 ഫിഗർ 6 അക്ക ഗ്രിഡ് റെഫറൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ചെയ്യാൻ പോകട്ടെ. 6 ഫിഗർ അഥവാ 6 അക്ക ഗ്രിഡ് റെഫറൻസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ പറഞ്ഞത് ഫസ്റ്റ് ഈസ്റ്റിങ്സ് പിന്നെ നോർത്തിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ബെല്ലിൻ്റെയും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ട്യൂബ് ബെല്ലിൻ്റെയും 6 അക്കം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 6 ഫിഗർ ആണെങ്കിലും 4 ഫിഗർ ആണ്, നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന എന്തിൻ്റെ വാല്യൂ, ഈസ്റ്റിംഗ് വാല്യൂ ആണല്ലോ. അപ്പോൾ ഈ ഒരു ബെല്ലിൻ്റെ ഈസ്റ്റിംഗ് വാല്യൂ എത്രയാണ്, തൊട്ട് ലെഫ്റ്റിലുള്ളത് എത്രയാണ്, 83. ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ, 83 എന്ന് പറയുന്ന ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് 84, ഈ ഒരു ഭാഗം കേട്ടോ. 83 എന്ന് പറയുന്ന ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് ഏതാ, 84. 83 എന്ന് പറയുന്ന ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് 84. ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യണം, 10 ഈക്വൽ പാർട്സ് അഥവാ 10 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കണം. ശ്രദ്ധിക്കണേ, 83 എന്ന് പറയുന്ന ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് ഏതാ, 84. ആ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, 10 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 0 ആണ് വരിക. ഇവിടെയാണ് എന്ത് വരിക, 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ ഏതായിരിക്കും അടുത്ത ഈസ്റ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ആട്ടോ. ശ്രദ്ധിക്കണേ, ഫസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഈ മുകൾ ഭാഗത്തെ ആട്ടോ. ഫസ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് ഏത് ഭാഗത്തെയാണ്, മുകൾ ഭാഗത്തെയാണ്. ഇതാണ് 0 വരും. ഇതെന്താ 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ ഏതാ അടുത്ത ഈസ്റ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. നമ്മൾ കൗണ്ട് ചെയ്യേണ്ട എവിടെ നിന്ന് എങ്ങോട്ടേക്കാടാ, ലെഫ്റ്റ് ടു റൈറ്റ് ആട്ടോ. 1 2 3 4 5 6 7. ഈ 7 നേരെയാണ് ആര് വരുന്നത്, ഈ ഒരു വാല്യൂ വരുന്നത്. ആ വാല്യൂ നമ്മൾ അവിടെ എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താ, ഇതിന് നോർത്തിങ് വാല്യൂ എത്ര, ഇതിന് നോർത്തിങ് വാല്യൂ 15 ആണല്ലേ. നോർത്തിങ് വാല്യൂ എത്ര, 15 ആണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ, 15 എന്ന് പറഞ്ഞ നോർത്തിങ് മുതൽ തൊട്ടടുത്ത നോർത്തിങ് ആണ് 16. ഈ ഒരു ഭാഗത്തെ ശ്രദ്ധിക്കണേ, ഫസ്റ്റ് നമ്മൾ മുകൾ ഭാഗത്തെ 10 കഷ്ണങ്ങളാക്കിയപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ഈ സൈഡിലുള്ള ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, 10 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്ത ശേഷം ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ ഭാഗത്തിൽ ഇവിടെ 0 ആണ്, ഇവിടെ ആണ് വരിക 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞതാ അടുത്ത നോർത്തിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ആട്ടോ. ശ്രദ്ധിക്കണേ, ഇവിടെ 0 വരും, ഇവിടെ 1 വരും, 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ ഏതായിരിക്കും അടുത്ത നോർത്തിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും. നമ്മൾ കൗണ്ട് ചെയ്യുന്നത് എവിടെ നിന്ന് അങ്ങോട്ടേക്കാ, ബോട്ടം ടു ടോപ്പ് ആട്ടോ. താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൗണ്ട് ചെയ്യേണ്ടത്. അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ 1 2 2 നേരെയാണ് ആര് നിൽക്കുന്നത്, ഈ ഒരു വെല്ല് നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ വെല്ലിൻ്റെ എന്ത്, 6 ഫിഗർ ഗ്രിഡ് റെഫറൻസ് അഥവാ 6 അക്ക ഗ്രിഡ് റെഫറൻസ് പഠിച്ച് വെക്കണം കേട്ടോ. ഇതേപോലെ നമ്മൾ താഴെയുള്ള ട്യൂബ് വെൽ അഥവാ കുഴൽക്കിണറും ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, ഇതിൻ്റെ ഈസ്റ്റിംഗ് വാല്യൂ എത്ര, ഇതിൻ്റെ ഈസ്റ്റിംഗ് വാല്യൂ 83. അടുത്ത സ്റ്റെപ്പ് എന്താ, 83 എന്ന് പറഞ്ഞ ഈസ്റ്റിംഗ് മുതൽ തൊട്ടടുത്ത ഈസ്റ്റിംഗ് വരെയുള്ള ഈ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു 10 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണ്. ഇതാണ് ഒരു 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ ഏതാ അടുത്ത ഈസ്റ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ കൗണ്ട് ചെയ്യേണ്ട എവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറിപ്പോകരുത്, ലെഫ്റ്റ് ടു റൈറ്റ് ഇട്ട് ഇടത്ത് നിന്ന് വലത്തോട്ടേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 നേരെയാണ് ആര് വരുന്നത്, ഇത് വരുന്നത്. അതെന്ത് ചെയ്തു, നമ്മളിവിടെ എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താടാ, എന്നിട്ട് നമ്മൾ ഈ നോർത്തിങ് വാല്യൂ എത്ര, നോർത്തിങ് വാല്യൂ 14, തൊട്ട് താഴെയുള്ളതാണ് ഇതിൻ്റെ വാല്യൂ നോർത്തിങ് വാല്യൂ. അടുത്ത സ്റ്റെപ്പ് എന്താ, 14 എന്ന് പറഞ്ഞ നോർത്തിങ്, അടുത്ത നോർത്തിങ് ഏതാ 15. ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, 10 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് 0 ആണ്, ഇത് 1 2 3 4 5 6 7 8 9 10 എന്ന് പറഞ്ഞ ഏതാ അടുത്ത നോർത്തിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ കൗണ്ട് ചെയ്യേണ്ട എവിടെ നിന്ന് അങ്ങോട്ടേക്കാ, താഴെ നിന്ന് മുകളിലേക്കാണ്. 1 2 3 4 നേരെയാണ് ആര് വരുന്നത്, ഇത് വരുന്നത്. ഇതാണ് എന്ത്, ഇതിൻ്റെ 6 ഫിഗർ അഥവാ 6 അക്ക ഗ്രിഡ് റെഫറൻസ് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, 6 ഫിഗർ അഥവാ 6 അക്ക ഗ്രിഡ് റെഫറൻസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈസ്റ്റിങ്ങിന് വാല്യൂ ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്താ, ഒരു ഈസ്റ്റിംഗ് മുതൽ അടുത്ത ഈസ്റ്റിങ്ങിലുള്ള ഈ ഒരു മുകൾ ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, 10 ഈക്വൽ പാർട്സ് 10 തുല്യ ഭാഗങ്ങളാക്കി മാറ്റുന്നു. ഇത് നമ്മൾ കൗണ്ട് ചെയ്യേണ്ട എവിടെ നിന്ന് എങ്ങോട്ടേക്കാ, ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്ത് നിന്ന് വലത്തോട്ടേക്കാണ്. അതേപോലെ ആ കൗണ്ടിങ്ങിൻ്റെ വാല്യൂ അവിടെ ഇതിന് ശേഷം അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ, നോർത്തിങ് വാല്യൂ, നോർത്തിങ് മൂല്യം
എഴുതുന്നു. എന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്താ, ഒരു നോർത്ത് മുതൽ അടുത്ത നോർത്ത് മുതൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ 10 ഈക്വൽ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ട് താഴെ നിന്ന് മുകളിലേക്ക് നമ്മൾ കൗണ്ട് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മൾ 6 ഫിഗർ അഥവാ 6 അക്ക ഗ്രിഡ് റെഫറൻസ് നമ്മൾ എഴുതുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഞാൻ വീണ്ടും ഒരു ഹോംവർക്ക് തരികയാണ്. കുറച്ച് 6 ഫിഗർ ചെയ്യാൻ കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട് എ, ഇവിടെ ഒരു ബെല്ലുണ്ട് ബി, ഇവിടെ ഒരു ട്യൂബെൽ ഉണ്ട് സി, ഇവിടെ വേറൊരു സ്പ്രിങ് ഉണ്ട് ഡി. ഇതിനൊക്കെ ഒരു 6 അക്ക ഗ്രിഡ് റെഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യട്ടെ. ഇതിനൊക്കെ ഒരു 6 അക്ക ഗ്രിഡ് റെഫറൻസ് നിങ്ങൾ എന്ത് ചെയ്തേ, ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്താൽ മാത്രം, നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 6 ഫിഗറും 4 ഫിഗറും ചെയ്യാൻ പറ്റുള്ളൂ. പൊതുവേ പബ്ലിക് എക്സാമിന് ചോദിക്കാറ് ഈ ഒരു ഫിഗർ എന്നാണ്. ഏതൊരു പബ്ലിക് എക്സാമിന് 4 ഫിഗറും 6 ഫിഗറും ചോദിച്ചിട്ടുണ്ടോ, അതൊക്കെ ചോദിച്ചത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഒരു ഫിഗറിനാണ്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന സാധനങ്ങളുടെ 4 ഫിഗർ കണ്ടെത്താനും ഈ ABCDEFന്റെ 4 ഫിഗറും 1 2 3 4 ഈ 1 2 3 4ന്റെ 6 ഫിഗറും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്ത് നോക്കട്ടെ. ഇതാണ് പൊതുവെ പബ്ലിക് എക്സാമിന് ചോദിക്കാറ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും SSLCയുടെ പബ്ലിക് എക്സാം ഈസി ആയിരിക്കും. നന്നായി പഠിച്ചാൽ നിങ്ങളെ തേടി നല്ല റിസൾട്ട് വരും. നന്നായിട്ട് പഠിക്കുക. നമ്മളെല്ലാം സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക, ഉഷാറായി പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.